കൊട്ടും കുരവയും ആർപ്പുവിളികളുമുള്ള വഞ്ചിപ്പാട്ടുകളുടെ നാട്ടിൽ, പച്ചപ്പിൽ പൊതിഞ്ഞും മഴയുടെ സംഗീതത്തിൽ നനഞ്ഞും തടാകങ്ങളും നദികളും കഥ പറയുന്ന കേരളത്തിൻ്റെ നെല്ലറയിൽ, തെന്നിപ്പറക്കുന്ന നീർക്കാക്കകളും കൊറ്റുകളും കുളിർകാറ്റും ഒക്കെ ചേർന്ന് സംഗീതമൊരുക്കുന്ന കുട്ടനാട്ടിൽ, വിശാലമായ പാടശേഖരങ്ങൾക്കും അഗാധതയിൽ ശാന്തതയെ ഒളിപ്പിക്കുന്ന കായലിനും മധ്യയായി ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് അല്പം മാറി നിൽക്കാൻ ശ്രീ പയസ് കൊട്ടാരം ഒരുക്കിയിരിക്കുന്ന പഴയ കാലത്തിൻ്റെ കലയും പാരമ്പര്യത്തിൻ്റെ ആത്മാവും ഒന്നുചേരുന്ന മങ്കൊമ്പിൽ ഹെറിറ്റേജ്. കായലിൻ്റെ നീലത്തിളക്കത്താൽ മംഗലമായ മങ്കൊമ്പിൽ ഗൃഹാതുരതയും പാരമ്പര്യവും ഒത്തുചേർന്ന് തലമുറകൾ കണ്ടുമുട്ടിയ പൈതൃകപൂർണമായ കൊട്ടാരം കുടുംബത്തിൻ്റെ അറയും നിരയുമായിരുന്ന ഈ തറവാട് ഇന്ന് മങ്കൊമ്പ് ഹെറിറ്റേജ് എന്ന സുന്ദരമായ റിസോർട്ടായി മാറിയിരിക്കുന്നു. അവശ്യ സൗകര്യങ്ങളെല്ലാമുള്ള ഒരു കിച്ചണും അതുപോലെ തന്നെ അത്യധികം ഭംഗിയായി നിലകൊള്ളുന്ന പുരാതനമായ അറയുടെ താഴത്തായി വിനോദത്തിനായി ഒരു മുറിയും അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. നെൽപ്പാടങ്ങളുടെ ഓരത്തുകൂടി യാത്ര ചെയ്ത് ഈ ഹെറിറ്റേജിൽ എത്തിയാൽ ഒരു വശത്ത് നീണ്ടുകിടക്കുന്ന തടാകവും മറ്റ് രണ്ടു വശങ്ങളിൽ അതിമനോഹരമായ താമരക്കുളങ്ങളും ഈ ഹെറിറ്റേജിൻ്റെ ഭംഗിക്ക് മാറ്റുകൂട്ടുന്നു. ഈ താമരപ്പൊയ്കയിലൂടെ ചെറിയ വഞ്ചി തുഴഞ്ഞ് കായലിലേക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കൂട്ടുകാർക്കൊപ്പമോ കുടുംബത്തോടൊപ്പമോ ഈ മനോഹരമായ താമരപ്പൊയ്കയിലൂടെ കുട്ടനാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഒരു വഞ്ചി യാത്ര, അല്ലെങ്കിൽ കായലിൻ്റെ അകലങ്ങളിലേക്ക് ഒരു ബോട്ട് സഞ്ചാരം ഒക്കെ മങ്കൊമ്പ് ഹെറിറ്റേജ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. 2 മുതൽ 8 പേർക്ക് വരെ സുഖമായി താമസിക്കാവുന്ന ഈ തറവാട് ഹെറിറ്റേജ് തിരക്കുകളിൽ നിന്ന് വിട്ടുനിൽക്കാനും മനസ്സിന് ശാന്തി കണ്ടെത്താനും ഒരു വാരമോ വാരാന്ത്യമോ ചിലവഴിക്കാൻ ഏറ്റവും അനുയോജ്യമാണ്. ഭൂമിശാസ്ത്രപരമായി വേമ്പനാട്ട് കായലിലേക്ക് ഒഴുകിയെത്തുന്ന പമ്പ, മീനച്ചിൽ, അച്ചൻകോവിൽ, മണിമല എന്നീ നദികൾ ചേർന്ന് രൂപപ്പെട്ടതാണ് കുട്ടനാട്. പിന്നെ കുട്ടനാട്ടിൽ ഒഴിവാക്കാൻ പാടില്ലാത്ത കരിമീനും ഹെറിറ്റേജിൻ്റെ വളപ്പിൽ തന്നെയുള്ള കൽപ്പക വൃക്ഷങ്ങളിൽ നിന്ന് ഊറി വരുന്ന കുട്ടനാടിൻ്റെ പൈതൃകത്തിൽ ഇഴുകിച്ചേർന്നിരിക്കുന്ന ഹൃദ്യമായ വശ്യതയായ ഇളനീരും നുകർന്ന് ഒരു സായാഹ്നം. ഉറപ്പായും അത് മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും.